അപ്രതീക്ഷിതവും നാടകീയവുമായ രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ അതീഷിയെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള AAPയുടെ ആദ്യ കരുനീക്കമാകുമോ ഇതിനു പിന്നിൽ? ഡൽഹി പോരാട്ടം അതിഷിയും സ്മൃതിയും തമ്മിലാണോ എന്ന അടക്കം പറച്ചിൽ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഡൽഹിക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചരണ തന്ത്രവുമായി BJP എത്തുന്നതിനു മുൻപേ നടത്തിയ ചുവടുവയ്പ്പാണ് AAPയുടേത് എന്ന് വേണം കരുതാൻ. മിഷൻ അമേത്തിയുടെ ആദ്യ അംഗത്തിൽ വിജയിച്ചെങ്കിലും രണ്ടാം വട്ടം അടിതെറ്റിയ സ്മൃതി ഇറാനിയുടെ ഡൽഹി രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ജനിച്ചതും വളർന്നതും ഡൽഹിയിലാണ്. സെപ്റ്റംബർ 2 ആരംഭിച്ച പാർട്ടിയുടെ ഡൽഹിയിലെ അംഗത്വ ക്യാമ്പയിനിലും സ്മൃതി സജീവമായി പങ്കെടുത്തിരുന്നു. കെജ്രിവാൾ രാജിവെച്ചിരുന്നില്ലെങ്കിൽ അഴിമതി ആരോപണ വിധേയനും ജയിലിൽ കഴിഞ്ഞതുമായ നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ കരുത്തനായ സ്ഥാനാർത്ഥിയായി സ്മൃതിയെ അവതരിപ്പിക്കാൻ BJPക്ക് കഴിയുമായിരുന്നു. എന്നാൽ അതിഷി മുഖ്യമന്ത്രിയാകുന്നതോടെ രാജ്യതലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ സമവാക്യങ്ങൾ തകിടം മറിഞ്ഞു. തിരഞ്ഞെടുപ്പിൽ AAPയെ മുന്നിൽ നിന്ന് നയിക്കുക കെജ്രിവാൾ തന്നെയാകുമെന്ന് ഇതോടെ ഉറപ്പാണ്. സ്മൃതി ഇറാനി BJPക്കായി ഡൽഹിയിൽ അംഗത്തിനിറങ്ങിയാൽ പോരാട്ടം കെജ്രിവാൾ വേഴ്സസ് സ്മൃതി എന്നാണോ അതോ അതിഷി വേഴ്സസ് സ്മൃതി എന്നാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. BJPയുടെ 14 ജില്ലാ യൂണിറ്റുകളിൽ 7 അംഗത്വ ക്യാമ്പയിനിൽ മേൽനോട്ട ചുമതല സ്മൃതിക്കാണ്. പാർട്ടിയുടെ സിറ്റി ഘടകത്തിന്റെ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സൗത്ത് ഡൽഹിയിൽ സ്മൃതി വീട് വാങ്ങിച്ചതായും സൂചനയുണ്ട്. പാർട്ടി വൃത്തങ്ങൾ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖമില്ലാതെയാണ് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടത്. 70 മണ്ഡലങ്ങളിൽ 7 അന്ന് വിജയിച്ചത്. എന്നാൽ ഇക്കുറി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങാനാണ് BJPയുടെ നീക്കം. സ്മൃതിയെ കൂടാതെ MPമാരായ മനോജ് തിവാരി, ബാംസുരി സ്വരാജ്, പാർട്ടി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ്, മുൻ MP പർവേഷ് വർമ്മ തുടങ്ങിയവരും പരിഗണനയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. സ്മൃതിയെ അവതരിപ്പിച്ച് വനിതാ വോട്ടർമാരെ കൂടി ലക്ഷ്യമിട്ട് ഭരണം തിരിച്ചുപിടിക്കാമെന്ന BJPയുടെ കണക്കുകൂട്ടലിനെ അതീഷിയിലൂടെ പൊളിച്ചെടുക്കുകയാണ് കെജ്രിവാളിന്റെ ലക്ഷ്യം. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തിയ അതേ നേതാവ് തന്നെ അഴിമതി കേസിൽ ജയിലിലായത് BJP ഉപയോഗിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞത്. കെട്ടിച്ചമച്ച കേസാണെന്നും BJPയെ എതിർക്കുന്നതിന് ജയിലിലടച്ചു എന്നുമുള്ള വാദം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ കോടതിയിൽ അഗ്നിശുക്തി വരുത്തി തിരിച്ചുവരാമെന്നാണ് കെജ്രിവാളിന്റെ കണക്കുകൂട്ടൽ. അതിലേക്ക് ഒരു വനിതയെ പിൻഗാമിയാക്കി കെജ്രിവാൾ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ BJPക്ക് തന്ത്രങ്ങൾ മാറ്റേണ്ടി വരുമെന്ന് ഉറപ്പാണ്. മറുവശത്ത് ആപ്പിൽ നിന്നടക്കം നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്നത് അനുകൂല സാഹചര്യമായി കണ്ട കോൺഗ്രസുകാർക്കും കെജ്രിവാളിന്റെ രാജി അപ്രതീക്ഷിത സംഭവമായി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എറിഞ്ഞ കെജ്രിവാൾ നിലവിൽ സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. BJPക്കൊപ്പം തന്നെ കോൺഗ്രസിനെയും ഇത് ബാധിക്കും. കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ച രാജി പ്രഖ്യാപനവും പുതിയ മുഖ്യമന്ത്രി പ്രഖ്യാപനവും BJPക്കും കോൺഗ്രസിനും വലിയ വെല്ലുവിളിയാകും. അവർ തന്ത്രങ്ങൾ മാറ്റിപ്പയറ്റേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.